നിന്നെ പോലെ നന്മയുള്ള ഒരാളെ ഈശ്വരൻ കാത്തോളും. ശരിയാ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ബുദ്ധിപരമായിട്ടും തിരിച്ചറിവോടെയാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഈശ്വരൻ ശ്രദ്ധിക്കും. രാത്രി ഇങ്ങനൊരു വനപ്രദേശത്ത് ഒറ്റയ്ക്ക് കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ ഈശ്വരനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കൊന്നും സംഭവിക്കില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ആത്മവിശ്വാസം നല്ലതാ, പക്ഷെ അമിത ആത്മവിശ്വാസം കുഴപ്പങ്ങൾ കൊണ്ട് ചാടിക്കും. നന്ദു, ഈ കാര്യത്തിൽ നന്ദു തർക്കിക്കരുത്, തടയരുത്. ഞാൻ പൂർണ്ണമായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ആ ഭജനത്തിന് പോവാന്ന്. ഭാര്യയും ഭർത്താവത്ത് ജീവിക്കുമ്പോ ഒരാൾ മാത്രം കാര്യങ്ങൾ ഉറപ്പിക്കാവോ? ഭാര്യയും ഭർത്താവുമായി സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നെങ്കിലോ? ഇനി ഒരു വാക്കുകൊണ്ട് പോലും തടസ്സം നിൽക്കരുത് നന്ദു, പ്ലീസ്. ഇല്ല, എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. എന്താ ഇത്? വിട്. വ്രതശുദ്ധിയോടെ ഇരിക്കേണ്ട പെണ്ണാ നീ. നിങ്ങൾ തമ്മിൽ കൺമുന്നിൽ പോലും വരാൻ പാടില്ല എന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് കൈയും പിടിച്ച്. ദേവിയല്ല, ഞാനായിട്ടത് ചെയ്തേ. നീയാണ് ചെയ്തതെങ്കിൽ ഇവള് തടയണമായിരുന്നു. ഇവിടെ കുഴപ്പങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഇവളുടെ ജാതകത്തിലെ ദോഷം കൊണ്ടല്ലേ? ദേവി മനഃപൂർവ്വം ദോഷം ഉണ്ടാക്കി വെച്ചെന്നാണ് അമ്മ പറയുന്നത്. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ദോഷമുണ്ട്, അത് പരിഹരിക്കണം. പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. അതിനിടയിൽ കൊഞ്ചാനും കുഴയാനും നിന്നാ ഞാൻ പ്രതികരിക്കും. ആന്റി എന്താ പറഞ്ഞത്? കൊഞ്ചാനും കുഴയാനും നിന്നെന്നോ? ആര്? ഞാനോ? പൂർണ്ണമായി കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ ഒന്നും പറയാൻ നിൽക്കരുത് ആന്റി. വനത്തിനുള്ളിലെ മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഭജനത്തിന് പോകേണ്ട കാര്യമില്ലെന്ന് എന്റെ ഭർത്താവ് എന്ന നിലയിൽ നന്ദു എന്നോട് പറഞ്ഞു. പക്ഷെ പോയി തന്നെ തീരണോന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ആ സംസാരത്തിനിടയിൽ ഞാൻ നടന്നപ്പോ നന്ദു തടഞ്ഞതാ എന്നെ. ഓ, അങ്ങനെയാണോ? നന്ദ, ഇവിടെ നടക്കുന്ന ഭജനം, വ്രതം, അതിലൊന്നും നീ അഭിപ്രായം പറയണ്ട. ദേവികയുടെ തീരുമാനങ്ങൾ നീ അംഗീകരിച്ചാ മതി. അവളുടെ ദോഷങ്ങൾ തീർത്ത് ഐശ്വര്യമുണ്ടാക്കാനാ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്റെ ഐശ്വര്യത്തിനല്ല ആന്റി, എന്റെ ഭർത്താവിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാ അപകടങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും വനത്തിലെ മുത്തപ്പൻ ക്ഷേത്രത്തിൽ പോകാൻ ഉറപ്പിച്ചത്. നന്ദുവിനേക്കാൾ വലുതല്ല എനിക്ക് ലോകത്തിലൊന്നും. അമ്മേ, എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ടാ ആ പാവം ഇതൊക്കെ ചെയ്യുന്നേ. എനിക്ക് വേണ്ടി വലിയൊരു അപകടത്തിൽ ചെന്ന് ചാടാൻ പോവുക. ഇല്ല, ഞാനിതിന് സമ്മതിക്കില്ല. ഒരു ജാതകത്തിന്റെ പേരിൽ എനിക്കെന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അങ്ങ് പറ്റിക്കോട്ടെ. ഞാൻ പറയാം അവളോട്. നന്ദ, അവളെ നീ തടയരുത്. നീ അവളെ തടഞ്ഞാൽ അതിനർത്ഥം അവളുടെ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നാ. അവള് ലോകത്തിലും മറ്റൊന്നിനെ കുറിച്ചും ഇപ്പൊ ചിന്തിക്കുന്നില്ല.
ഇതവളുടെ സമർപ്പണം. ആ സമർപ്പണത്തെ ഭർത്താവ് അംഗീകരിക്കുന്നില്ല എന്ന് തോന്നിയാൽ അവൾ തളർന്നു പോവും. അവൾക്കിപ്പോ ആവശ്യം ഉപദേശങ്ങളല്ല, ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കലുമല്ല. അവൾക്കാവശ്യം പിന്തുണയാ. താൻ ചെയ്യുന്നതിനൊക്കെ ഭർത്താവിന്റെ പിന്തുണയുണ്ടെന്ന് അറിയുന്നതാണോ, താൻ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതാണോ? അതിലേതായിരിക്കും അവൾ ആഗ്രഹിക്കുന്നതെന്ന് നീ ചിന്തിക്ക്. എന്നിട്ട് തീരുമാനമെടുക്ക്. ഡോ, ഈശ്വരനോർത്ത് മാധവേട്ടാ, തന്നോട് ഞാൻ പലതവണ പറഞ്ഞു ഇവിടെ വന്ന് സത്യം ധർമ്മമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന്. ഇനി അങ്ങോട്ട് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ കാർത്തികേയ, ദൈവമാണ്. എന്നോട് ചുമ്മാ നമ്പർ ഇറക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരരുതേ. മാധവേട്ടൻ പോകാൻ നോക്കും. കാർത്തികേയ, ഇപ്പൊ ഇവിടുന്ന് ഞാൻ പോകാം. ഇനി ഇങ്ങോട്ട് വരാതെ ഇരിക്കാം. പക്ഷേ എനിക്കും കുടുംബത്തിനും അന്തി ഉറങ്ങാൻ സ്വന്തമായിട്ടൊരു സ്ഥലമില്ല. എൻ്റെ വീട് കാർത്തികേയൻ്റെ കയ്യിലല്ലേ. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. എല്ലാം മായയാണെന്ന് പറയുന്ന വീടെന്തിനാ? വീട് മായ, അങ്ങനെ വിചാരിച്ചാൽ മതി. എനിക്കങ്ങനെ വിചാരിക്കാം. പക്ഷേ ഭാര്യയും മക്കളും എന്തു ചെയ്യും? അതുകൊണ്ട് കാർത്തികേയൻ ആ വീട് വിട്ടു തരണം. നാണം ഉണ്ടോടോ തനിക്ക്? എന്നെ ഈ തടങ്കലിലെത്തിച്ചിട്ട് ഇരക്കാൻ വന്നിരിക്കുക. വീടും കൂടിയൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം മോളുടെ കാര്യത്തില് ഒരു തീരുമാനമാവട്ടെ. അവക്ക് സുഖമാണോ? ചോദിച്ചു കേട്ടില്ലേ ദേവികയ്ക്ക് അവിടെ സുഖമാണോന്ന്? അവൾക്ക് ദോഷകാല കാർത്തികേയ. ദോഷകാലോ? അവളിപ്പോ MLA യുടെ മരുമോളല്ലേ? സുഖിച്ച് കഴിയല്ലേ അവള്? അല്ല, അവളവിടെ കരഞ്ഞു ജീവിക്കുക. എങ്ങനെ? അവളുടെ ജാതകത്തിൽ ദോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ അങ്ങ് കഷ്ടപ്പെടുത്തുക. ആ MLA യുടെ ഭാര്യ പ്രഭാവതി. അപ്പൊ അത്ര സുഖജീവിതം അല്ല അവളുടേത്. അല്ല കാർത്തികേയ, ജാതകദോഷം എന്നൊക്കെ പറഞ്ഞ് അവളെ നാളെ ചിന്നാർമുടിയിലേക്ക് അയക്കുക. ഈ നന്ദനും ഇഷ്ടമല്ലേ ദേവിയെ? നന്ദമ്മോന് ദേവികമ്മളെന്ന് വെച്ചാൽ ജീവനാ. ഭാര്യയോട് ഇത്രയും സ്നേഹമുള്ള ഭർത്താവിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓ, അങ്ങനെയാ? അതെ കാർത്തികേയ. അല്ല, ഞാനിപ്പോ വന്നത് വീടിന്റെ കാര്യം പറയാനാ. എന്തെങ്കിലും കാരണവശാൽ മോളും നന്ദനും ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാ അവർക്ക് താമസിക്കാനൊരു വീട് വേണ്ടേ? അതിന് വഴിയുണ്ടാക്കാം. അല്ല, ഈ ചിന്നാർമുടിയിൽ ഒറ്റയ്ക്ക് പോകാൻ ദേവിയെ നന്ദൻ മോൻ അനുവദിച്ചോ? അനുവദിക്കാതെ വേറെ നിവൃത്തിയില്ല. അവിടുത്തെ ജോലിക്കാരി ഭാർഗവിയും കൂടെ പോകുന്നുണ്ട്. എന്തായാലും കഷ്ടമാണ് ദേവിയുടെ കാര്യം. അല്ല, അപ്പോ ഞാൻ പറഞ്ഞ വീടിന്റെ കാര്യം അത് ഞാൻ ആലോചിക്കട്ടെ. അതോട്ട് പോക്കോ. ഓ,
എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാ ഞാൻ ചെയ്യാം. ആ അത് മതി, അത് മതി. ഈശ്വരൻ അനുഗ്രഹിക്കും. ഞാൻ ഇതിനുള്ളിലായി പോയല്ലോ. അല്ലെങ്കിൽ അവളെ ആ സുഭാഷേ, നിനക്ക് പരോളിന് ഓർഡർ കിട്ടി. വൈകിട്ട് പേപ്പർ കിട്ടും. നാളെ പോവാ. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെട്ടു എന്നൊരു ശ്രുതി ഉണ്ടല്ലോ. അതൊക്കെ അങ്ങനെയാ സാറേ. സാറിന് ട്രാൻസ്ഫർ എല്ലാം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ശരിയായി തരാം. ഞാൻ പറയാം. എന്താണ് ഒരു ആലോചന? എടാ, നീ വിചാരിച്ചാല് നമുക്ക് നാളെ ഒരാളെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ പുറത്ത്? അണ്ണൻ കാര്യം പറ, എന്താ സംഭവം? എന്നെ കാണാൻ വന്നാരെന്നറിയോ? ദേവികയുടെ അച്ഛനാ, മാധവൻ. അയാൾ വീണ്ടും വന്നോ? ആ, അയാൾ എന്നോടൊരു വിവരം പറഞ്ഞു. എന്ത് വിവരം? ദേവിക നാളെ ചിന്നാർമുടിയിലെ കാട്ടുമുത്തപ്പന്റെ അമ്പലത്തിൽ പോകുന്നു, ഒറ്റയ്ക്ക്. വനത്തിലെ അമ്പലത്തിൽ ഒറ്റയ്ക്ക് പോകുന്നു? ആ, നാളെ രാത്രി അവൾ അവിടെ ഭജന ഇരിക്കുകയാണെന്നോ അവക്ക് ജാതക ദോഷമോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. MLA വീട്ടിൽ അവിടെ കഷ്ടപ്പെടുക അത്രേ. അതുകൊള്ളാലോ. നാളെ കാട്ടുമുത്തപ്പന്റെ അമ്പലത്തിൽ നിന്ന് അവളെ പൊക്കണം. അതിന് നമുക്കൊരാളെ വേണം. അതാ ഞാൻ ചോദിച്ചത്, ഒരാളെ സെറ്റ് ചെയ്യാൻ പറ്റുമോ? അണ്ണാ, ആള് ഞാനാവുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മനസ്സിലായില്ല. അണ്ണാ, നാളെ എനിക്ക് പരോൾ കിട്ടുകയെന്ന്. ഇന്ന് വൈകിട്ട് എനിക്ക് പേപ്പർ വരും. സത്യമാണോ? ആ അണ്ണാ. അണ്ണാ, കാര്യങ്ങൾ ദയവായിട്ടേ നമ്മുടെ അടുത്തേക്ക് എത്തിക്കുക. അണ്ണാ, നാളെ മുതലേ ദേവിക അണ്ണന്റെ പെണ്ണാ. നാളെ മുതലല്ല, ഞാൻ അവളെ കണ്ടത് മുതൽ അവൾ എന്റെ പെണ്ണാ. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. എന്തായാലും ബാക്കി കാര്യങ്ങളെ നമ്മൾ പ്ലാൻ ചെയ്തോലെ സെറ്റ് ചെയ്യാം. സുഭാഷേ, വന്ന് പണിയടാ. ആ വരിക സാറേ. അണ്ണാ, എല്ലാം പറഞ്ഞതുപോലെ. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം നാളെ. കാട്ടുമുത്തപ്പന്റെ അമ്പലത്തില് ഞാൻ ഭജന ഇരിക്കാൻ പോവാ. നാളത്തെ ഭജനം എനിക്ക് പൂർത്തിയാക്കിയേ പറ്റൂ. അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇപ്പോഴുള്ള വ്രതത്തിന് പ്രയോജനമില്ല. യാത്രയിൽ ഭാർഗവി ആന്റിയുണ്ട്. ഞങ്ങൾക്ക് കൂട്ടായി ഈശ്വരന്റെ ഒരു കരുതൽ കൂടെ ഉണ്ടാവണം. എനിക്ക് മരിക്കാൻ ഭയമില്ല. പക്ഷേ പൗർണമി വരെയുള്ള വ്രതം 100% കൃത്യമായി പൂർത്തിയാക്കണം. അതോടെ എന്റെ ജാതകം കാരണം നന്ദുവിന് വരാൻ പോകുന്ന ദോഷമൊക്കെ മാറും. ഈ വീടിനും തെളിച്ചം വരും. പിന്നീട് എനിക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. എന്നെ കൈവിടരുത്.
ഹലോ ആന്റി, നന്ദന. എന്തൊക്കെയാ മോനെ അവിടെ നടക്കുന്നത്? ദേവികയെ തിരിച്ചിവിടെ കൊണ്ടുവന്ന് വിട്ടേക്ക്. അവൾക്ക് എന്ന് അവിടെ സന്തോഷത്തോടെ കഴിയാൻ പറ്റുന്നോ അന്ന് തിരികെ കൊണ്ടുപോയാ മതി. ആന്റി, ആന്റിയുടെ വിഷമങ്ങള് എനിക്ക് മനസ്സിലാവും. ആന്റിയുടെ അതേ അവസ്ഥയില ഞാനും. ദേവിയുമായി എങ്ങോട്ടെങ്കിലും മാറിപ്പോ ഒരുക്കുക. പക്ഷെ ദേവി സമ്മതിക്കണ്ടേ? ആശ്രമത്തിൽ നിന്ന് പറഞ്ഞതെല്ലാം അനുസരിക്കാൻ വേണ്ടി ദേവി ഉറച്ചു നിൽക്കുക. ദേവിയുടെ സന്തോഷത്തിനും തൃപ്തിക്കും വേണ്ടി ഒക്കെ ഞാൻ സമ്മതിച്ചു കൊടുക്കുക. ദേവി തയ്യാറാണെങ്കിൽ ഈ നിമിഷം ഞാനിവിടെ നിന്ന് ഇറങ്ങും. ദൈവകാര്യമാണല്ലോ എന്നുള്ള പേടി കൊണ്ടാവും അവളിങ്ങനെ ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും പൂജയൊക്കെ അതിന്റെ രീതി നടക്കട്ടെ. അതിനിടയിൽ ഇനി അവളുടെ മനസ്സുലയണ്ട. ആ, ഫോണെന്ന് മോൾക്ക് കൊടുക്കും മോനെ. ആ, കൊടുക്ക. ചേച്ചി, ദേവിയുടെ വീട്ടിൽ നിന്നാ. ആന്റിയാ, ഫോണൊന്ന് ദേവിക്ക് കൊടുക്കോ? ആന്റി, ഞാൻ രജനിയാ. സുഖമാണല്ലോ അല്ലേ? ഞാൻ ആകെ പ്രയാസത്തിലാ മോളെ. ഒരു സമാധാനവും കിട്ടുന്നില്ല. ആന്റി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ദേവികയുടെ കൂടെ ഞാനും നന്ദനും ഒക്കെ ഉണ്ട്. ഇപ്പോഴത്തെ വിഷമങ്ങളൊക്കെ മാറും. മോളുടെ നല്ല വാക്കുകൾ കേൾക്കുമ്പോ ഒരു സമാധാനം കിട്ടുന്നുണ്ട്. ധൈര്യമായിട്ടിരിക്കുക ആന്റി, എല്ലാം ശരിയാവും. ഞാൻ ദേവിക്ക് ഫോൺ കൊടുക്കാം. ദേവിക, നിന്റെ അമ്മയെ വിളിക്കുന്നത്. അമ്മേ, ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വിളിക്കാം. മോളെ, മനസ്സിന് ആകെ ഒരാധി. ഇരുന്നിട്ട് ഉരിപ്പറിക്കുന്നില്ല. ഞാൻ പിന്നെ വിളിക്കാം അമ്മേ. പ്രാർത്ഥനയൊക്കെ കഴിയട്ടെ. അമ്മ വിഷമിക്കണ്ട. ഫോൺ വെക്കേ. ശരി. ദേവിക, എന്താ ചേച്ചി, നീയെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എതിർക്കുന്നില്ല. പോയി ഭജന ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് വാ. എല്ലാം സന്തോഷമായിട്ട് അവസാനിക്കും. നിന്റെ വില എന്താന്ന് അമ്മ വൈകാതെ തിരിച്ചറിയും. നിന്നെപ്പോലൊരു പെണ്ണിനെ കെട്ടി എന്റെ അനിയൻ ഭാഗ്യം ചെയ്തവനാ. പ്രാർത്ഥിച്ചോ. ഫോണിങ്ങിതാ. കുഞ്ഞെ, ഞാൻ ഇറങ്ങട്ടെ. എന്തിനാ എന്നോട് അനുവാദം ചോദിക്കുന്നേ? എല്ലാ കാര്യങ്ങളും എന്റെ സമ്മതത്തോടെയാണോ നീ ചെയ്യുന്നേ? അയ്യോ, അതെന്താ കുഞ്ഞ് അങ്ങനെ പറയണത്? കുഞ്ഞിന്റെ വാക്ക് തെറ്റിച്ച് ഞാൻ എന്ത് ചെയ്തു എന്നാ? നാളെ ദേവികയോടൊപ്പം കാട്ടുമുത്തപ്പന്റെ അമ്പലത്തിലേക്ക് പോകുന്നത് എന്റെ അനുവാദം വാങ്ങിയിട്ടാണോ? നീ ആരാ? അവളുടെ രക്ഷകർത്താവോ? ഞാനല്ലേ നിനക്ക് ശമ്പളം തരുന്നത്? എല്ലാവരുടെയും മുൻപിൽ ഒരു നന്മമരമായി ചമഞ്ഞ് ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും നിന്നോട് ബഹുമാനമായി അല്ലേ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും. ഇവിടുന്ന് മാറി നിൽക്കുന്നത് എന്റെയും കൂടി സമ്മതം വാങ്ങിട്ട് വേണ്ടേ? എന്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന നീ ഇപ്പൊ എന്നെ തോൽപ്പിക്കാൻ നിൽക്കുന്നവരുടെ ഒപ്പം കൂടെ നിൽക്കുകയാണല്ലേ? നടക്കട്ടെ. അയ്യോ കുഞ്ഞെ, ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടല്ലേ ഞാൻ ദേവികുഞ്ഞിനൊപ്പം പോകുന്നത്. നന്ദകുഞ്ഞിന്റെ ഭാര്യയല്ലേ? കാട്ടിലെ അമ്പലത്തിൽ ഒറ്റയ്ക്ക് പോവാന്ന് വെച്ചാ കൂടെ പോവാൻ ഞാൻ വേറൊരു സ്ത്രീയെ വയ്ക്കുമായിരുന്നല്ലോ. കൂലി കൊടുത്താൽ കൂട്ടുപോവാൻ ആളെ കിട്ടും. പരിചയമില്ലാത്ത ആർക്കെങ്കിലും ഒപ്പം പോകുന്നേക്കാൾ നല്ലതല്ലേ വീട്ടിലെ ആള് തന്നെ കൂടെ പോകുന്നത്? നീ എങ്ങനെ ഈ വീട്ടിലെ ആളാകും?
എനിക്ക് വേണ്ടി എന്റെ കൂടെ നിൽക്കുന്നവരെ മാത്രമേ ഈ വീട്ടിലെ ആളായിട്ട് ഞാൻ കണക്കാക്കൂ. അമ്മേ, ആ ഞാൻ പ്രതീക്ഷിച്ചു ഇപ്പൊ എത്തുമെന്ന്. ഭാർഗവി ആന്റി നമ്മുടെ വീട്ടിൽ അംഗമല്ലെന്നാണ് അമ്മ പറയുന്നത്. അയ്യോ മോളെ, അത് പ്രഭകുഞ്ഞ് സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞു പോയതല്ലേ. അതിലെനിക്ക് ഒട്ടും വിഷമമില്ല. വേറെ ആരും വിഷമിക്കണ്ട. ഇവിടെ വിഷമങ്ങൾ ചുമക്കാൻ ഇപ്പൊ ഞാനുണ്ടല്ലോ. അമ്മ എന്ത് വിഷമിക്കുന്നാ പറയുന്നേ? അമ്മ കാരണം ബാക്കിയുള്ളവർക്കാ വിഷമം. ദേവിക ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു പറഞ്ഞപ്പോ കൂടെ പോവാൻ തയ്യാറായ ആന്റിയോട് നന്ദി പറയല്ലേ വേണ്ടത്. നിർത്തടി നിന്റെ പ്രസംഗം. ഞാനാണോ പ്രസംഗിക്കുന്നത്? അമ്മയല്ലേ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കുഞ്ഞെ, Love.